ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അസര ടി വിയിൽ കൂടെ ജീവൻ്റെ വഴി എന്ന ഈ ടി വി ചാനൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ടി വി ചാനൽ കൂടെയും ജീവൻ്റെ വഴി എന്ന ഈ പ്രോഗ്രാമിൽ കൂടെയും ദൈവവചനം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വചനം കേൾക്കുകയും വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവജനത്തെ ഓർത്ത്, എല്ലാ കാര്യങ്ങൾക്കും വചനം മുൻസ്ഥാനം കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഴ്ത്തത്തങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ്റെ വഴിയാണ് ഈ ടി വി ചാനൽ കൂടെ ഞങ്ങളെ ഒരുമിച്ചായിരിക്കുന്നപ്പ ഈ വചനം അനേകർക്ക് ഒരു അനുഗ്രഹവും ഒരാശ്വാസമായി തീരുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കും. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഞാനിവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. ഈ വാക്യം ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഞാനിവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങളുണ്ട്. ഒന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 3-ാമത്തെ സുവിശേഷമെന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഇവിടെ 2-3 കാര്യങ്ങളൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, നീ ഭയപ്പെടേണ്ട. ആമേൻ. ഒന്ന്, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഏത് സാഹചര്യങ്ങളാകട്ടെ, നിങ്ങൾ ഏത് മേഖലകൾ നിങ്ങളായിരിക്കുന്ന വ്യക്തിയാകട്ടെ, ഈ ജീവൻ്റെ വഴിയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്തോത്രം. നിങ്ങൾ എന്തിനൊക്കെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സെക്കരിയാവിൻ്റെ ജീവിതത്തിൽ ചില ഭയമുണ്ടായിരിക്കും.
സെക്കരിയാവിനോട് വന്ന് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളൊക്കെയാണ് നമുക്ക് തിരുവചനത്തിൽ കൂടെ കേൾക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. സ്തോത്രം. യോസേപ്പ് പൊട്ടക്കുഴിയിലാകുമ്പോൾ സഹോദരന്മാർ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ സ്നേഹിച്ച നിൻ്റെ മകൻ, ആമേൻ, ഒരു കാട്ടുമൃഗം അവനെ കടിച്ചു കീറി. എന്നാൽ സഹോദരന്മാർ ചെയ്തതെന്നറിയാമോ? അവർ ചെയ്തത്, ഒരു കോലാട് കോറ്റത്തെ അറുത്ത് യോസേപ്പിൻ്റെ വസ്ത്രം അവനിൽ അത് മുക്കിയെടുത്ത് ആ രക്തം പുരട്ടിയ വസ്ത്രമായി അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നീ സ്നേഹിച്ച നിൻ്റെ മകൻ, ആമേൻ, അവനെ ഒരു വലിയ മൃഗം അവനെ കൊന്നുകളഞ്ഞു. യോസേപ്പിന് സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടപ്പോഴും സഹോദരം യോസേപ്പിനൊരു ഭയമുണ്ടായിരുന്നു. എൻ്റെ ദർശനം ഇവിടെ വെച്ച് അവസാനിച്ചു, എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ വെച്ച് അവസാനിച്ചു, എന്നോട് ദൈവം പറഞ്ഞ ആലോചനകൾ ഇവിടെ വെച്ചു തീർന്നുപോയി എന്നൊക്കെ ആയിരിക്കാം യോസേപ്പ് ഭയന്ന്. ഒരു പൊട്ടക്കുഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആമേൻ, വെള്ളമില്ലാത്ത ഒരു കുഴിക്കകത്താണ് യോസേപ്പിനെ, ആമേൻ, സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടത്. സഹോദരം, യോസേപ്പിനെ ഒരു വട്ടത്തിനകത്ത് വൃത്തം വരച്ച് ഇവിടെ വച്ച് സഹോദരന്മാർ പറഞ്ഞു, ഇനി നിൻ്റെ ദർശനം ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് യോസേപ്പിനെ പരിഹസിച്ചവരുണ്ട്. സ്തോത്രം. യോസേപ്പിനെ നിന്ദിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിനെ പരിഹസിച്ച വ്യക്തികളുണ്ട്. യോസേപ്പ് പൊട്ടക്കുഴിക്കകത്ത് വീണപ്പോഴും യോസേപ്പിൻ്റെ ഉള്ളിനകത്തൊരു ഭയം കാണും, എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയക്കേണ്ട ആവശ്യമില്ല. നിന്റെ വിഷയങ്ങളെ ഭയക്കേണ്ട ആവശ്യമില്ല. നീ ഭയപ്പെടേണ്ടത് നസറനായ യേശുക്രിസ്തുവിനെയാണ് നീ ഭയപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. യോസേപ്പ് ചിന്തിച്ചു, ഇവിടെ വെച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞ് യോസേപ്പ് അവസാനിച്ചു എന്ന് ചിന്തിച്ചിടത്ത് പൊട്ടക്കുഴിക്കകത്ത് വട്ടത്തിനകത്ത് കിടന്ന യോസേപ്പിനെ, ആമേൻ, ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, എവിടൊക്കെ നിന്നെ വട്ടക്കുഴിക്കകത്ത് നിന്നെ ആക്കാൻ ശ്രമിച്ചവിടെ മുമ്പിൽ, ആമേൻ, പത്രോസിനെ പോലെയല്ല, ആമേൻ, ദൈവജനത്തിൻ്റെ നടുവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, യോസേപ്പിനെ പോലെ നീ വട്ടത്തിനകത്ത് നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക, ഭയപ്പെടേണ്ട. പൊട്ടക്കുഴി കണ്ടെന്ന് നീ ഭയപ്പെടേണ്ട. തീർന്നു എന്ന് പോയെന്ന് പറഞ്ഞ് നീ ഭയപ്പെടേണ്ട. നീ വട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ വട്ടത്തിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുകയാ. ഷഖറാമാനാസി. നിന്റെ ജീവിതം മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും കുഞ്ഞെ. എന്നും വട്ടക്കുഴിക്കകത്ത് പൊട്ടക്കുഴിക്കകത്ത് എന്ന് പറഞ്ഞ് നിന്നെ പലരും മാറ്റി നിർത്തിയ സ്ഥാനത്ത് ദൈവം പലയിടത്തും നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ എൻ്റെ തമ്പുരാന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. യോസേപ്പ് വെക്കണം, സ്വന്തം സഹോദരന്മാർ തന്നെ ഒരു പിടിവള്ളി ഇട്ട് കൊടുത്തു. ആ പിടിവള്ളി യോസേപ്പിൻ്റെ ജീവിതത്തിൽ ആമെ പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയാണ്. സ്വത്രം. ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ജീവൻ്റെ വഴി എന്ന് അറിയപ്പെടുന്ന ഈ ടി വി ചാനൽ കൂടെ, ആസറോ ടി വിയിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിടിവള്ളി ദൈവം ഇട്ടു തരികയാണ്. എന്നറിയാമോ? ഈ പൊട്ടക്കുഴിക്കകത്ത് നിന്നും നീ ഒന്ന് കയറി വരുവാൻ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം
ദൈവം നിനക്കൊരു പിടിവള്ളി ഇടുകാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ മതി. നിനക്ക് വേണ്ടി ദൈവം ചില പിടിവള്ളി ദൈവം നിൻ്റെ പൊട്ടക്കുഴിക്കകത്തേക്ക് ദൈവം അത് കൊണ്ടുവരാൻ പോകുകയാണ്. നീ ചിന്തിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നീ വേദനപ്പെടണ്ട, നീ കരയണ്ട കുഞ്ഞേ. നിനക്ക് വേണ്ടി ദൈവം ഒരു പിടിവള്ളി നിൻ്റെ പൊട്ടക്കുഴിക്കകത്ത് ദൈവം അത് സ്ഥാപിക്കാൻ പോകുകയാണ്. സ്വത്രം ഉടപതഘടക ശബ്ദരാധികത്തുനാജക. നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടുവാൻ നീ ഭയപ്പെടേണ്ട വിഷയമില്ല, നീ ഭാരപ്പെടേണ്ട വിഷയമില്ല, നീ കരയേണ്ട വിഷയമില്ല കുഞ്ഞേ. നീ എന്തിന് ഭയന്ന് നീ ജീവിക്കുന്നു എന്ന് ചോദിച്ചിടത്ത് ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കുവാൻ അവൻ ഭയന്ന് ഓടേണ്ട ആവശ്യമില്ല. എവിടൊക്കെ നിന്നെ നിന്ദിച്ചോ, എവിടൊക്കെ നിന്നെ പരിഹസിച്ചോ, ആ ഇടത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. സ്വത്രം. ഭയപ്പെടേണ്ട, ദൈവത്തെ ഭയപ്പെടാൻ മാത്രം മതി. സ്വത്രം. ഹല്ലേലൂയ. ഇവിടെ വന്ന് പറയുകയാണ് സെക്കിരാവിനോട് വന്നു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ചില ഉത്തരം മുട്ടിയ സ്ഥാനത്ത്, ഇനി മറുപടി ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഒന്നും കൂടെ പറഞ്ഞാൽ ആമേൻ, ബ്ലോക്ക് ചെയ്ത സ്ഥാനത്ത് നിനക്ക് വേണ്ടി ദൈവം ഇന്ന് പകലിൽ അവനൊരു ചില ഉത്തരം നൽകാൻ പോകുകയാണ്. ആമേൻ. നീ പ്രതീക്ഷിക്കാത്ത ചില മറുപടി ദൈവം നിനക്ക് വേണ്ടി ദൈവം തരാൻ പോകുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ചില ഉത്തരം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. ഹുഡാറാബ ശഖറമന. ചില മറുപടികളെ ലഭിക്കുന്ന തലങ്ങളിലേക്ക് ഞാൻ ചിലവരോട് ദൂത് വിളിച്ചു പറയുകയാണ്. ഈ വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ചില നാളുകൾക്കകത്ത് ചില മറുപടിയില്ല എന്ന് പറഞ്ഞിടത്ത്, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിടത്ത് ചില ഉത്തരം ലഭിക്കുന്ന തലത്തിലേക്ക് ഹൂഡാരാമാന ശബ്ദരാജകസി ചില മറുപടികളെ കാണുന്ന തലത്തിലേക്ക് ആമേൻ ദൈവം നിനക്ക് വേണ്ടി ദൈവം ചില ഉത്തരം കർത്താവ് തരാൻ പോകുകയാണ്. നീ വിശ്വസിക്കുക. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ പോലെ ചിന്തിക്കാത്തിടങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി അവൻ ചില ഉത്തരം നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനിവിടെ 2-3 കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വത്രം. അതിന് 8-ാമത്തെ വാക്യത്തിന് ഇങ്ങനെ പറയുന്നു, അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ പുരോഹിത ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രദ്ധിക്കണം. ചില മറുപടിയുടെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ശുശ്രൂഷ വില കൊടുക്കണം. ആമേൻ. നമ്മൾ ശുശ്രൂഷ വില കൊടുക്കുമ്പോൾ അവിടെയാണ് ദൈവം ചില മറുപടികൾ ദൈവം നമുക്കറിയുവാൻ. ഞാൻ ഇന്ന് പകലിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷയായാലും അതിൻ്റെ അകത്ത് വില പിടിക്കുന്ന തലങ്ങളിലേക്ക് ചില മറുപടികളെ നിനക്ക് ദൈവം തരുന്ന തലത്തിലേക്ക്, ചില നന്മകളെ ദൈവം നിനക്ക് തരുന്ന തലത്തിലേക്ക് ദൈവം നിനക്ക് വേണ്ടി കർത്താവ് ചില മറുപടികൾ തരാൻ പോകുകയാണ്. അവൻ ദൈവസന്നിധിയിൽ അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. പുരോഹിത മര്യാദ പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് ഞറുക്കു വീണു. സ്തോത്രം. സെക്രിയാവിൻ്റെ പേര് എഴുതണ്ട എന്ന് പറഞ്ഞ് പലരും ആമേൻ ഇനി അവൻ്റെ പേര് പുരോഹിത ശുശ്രൂഷയിൽ കണക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ, തള്ളിപ്പറഞ്ഞവർ. ഹല്ലേലൂയ. പക്ഷേ ഇനി അവൻ്റെ പേര് ഉയരല്ലെന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തിയ മേഖലകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാ വിളിച്ചു പറയുകയാണ്, സ്തോത്രം, ചിലത് ഞറുക്ക്, ചില ഞറുക്ക് സെക്രിയാവിൻ്റെ പേര് വീണതുപോലെ സഖറമന അന്ധര വൈഡജാലകശംഭരാധികസി ചില ഞറുക്ക് വീഴുന്ന തലത്തിൽ ചില അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതം കാണാൻ പോകുകയാണ്. ആമേൻ. പലരും പറഞ്ഞു സെക്രിയാവിൻ്റെ പേര് എഴുതണ്ട,
സെക്കരിയാവിൻ്റെ പേര് ഞറുക്കി വീഴരുതെന്ന് വല്ലപ്പോഴും പലരും പറഞ്ഞു കാണാം. പക്ഷേ എങ്കിലും സെക്കരിയാവിൻ്റെ പേരിനകത്ത് അവൻ്റെ പേരിന് ദൈവം മുമ്പിൽ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ പേരിൽ കൂടെ ഒരു നന്മ കാണുന്ന തലത്തിലേക്ക് നിന്നെ മാറ്റി നിർത്തിയവർ, നിൻ്റെ പല മേഖലകൾ നീ എത്താതിരിക്കുവാൻ, പല ഉയർച്ചകൾ നീ എത്താതിരിക്കുവാൻ നിൻ്റെ പേരിനെ മാറ്റി നിർത്തിയവർ ഇന്ന് പകലിൽ കണ്ണുകൊണ്ട് ആശ്ചര്യങ്ങളെ കാണുന്ന തലത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ഭവനത്തിൻ്റെ നടുവിൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സെക്കരിയാവിൻ്റെ പേര് ഞറുക്ക് വീണു. ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി, നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതത്തിനകത്തുള്ള ശൈലികൾ മാറും. നീ പോലും അറിയാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. ആമേൻ. നിൻ്റെ ജീവിതത്തിൽ നന്മ കാണുന്ന തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് കാണാൻ പോകുകയാണ്. ആമേൻ. അവിടെ വായിച്ചത്, ആമേൻ, പുരോഹിത മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് ഞറുക്ക് വന്നു. ധൂപം കാട്ടും നാഴികയിൽ ജനം സമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ചില ഉത്തരം ലഭിക്കുന്നുവെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആമേൻ. ചിലവർക്ക് അങ്ങനെയാ, മറുപടി കിട്ടിയാലും എന്ത് ചെയ്തില്ല, പിന്നെ പ്രാർത്ഥനയില്ല. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മറുപടിയെല്ലാം കഴിയുമ്പോൾ പിന്നെ അവർക്കെന്തില്ല, പ്രാർത്ഥനയില്ല. അവരാഗ്രഹിച്ച ആഗ്രഹം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്കെന്തില്ല, മറുപടിയില്ല, പ്രാർത്ഥനയില്ല. എല്ലാം അസ്തമിച്ചു. ബൈബിൾ വായനയില്ല, ഉപവാസമില്ല, ആമേൻ, ഒന്നുമില്ല. പലരും മാറി നിൽക്കുന്നൊരനുഭവമാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, അവർ പുറത്തു വരുന്നത് വരെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. സ്തോത്രം. ഈ വർഷം ലഭിക്കേണ്ട മറുപടി ഒരുപക്ഷെ ചില നാളുകൾക്ക് ശേഷമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ പോകുന്നത്. പക്ഷെ അതെന്ത് ചെയ്യണം? നിങ്ങളത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ മടുത്തു പോകരുത്. ഒരുപക്ഷെ മറുപടി അല്പം താമസിക്കും. ഹലോ, ചില മറുപടികൾ നിനക്ക് അല്പം താമസിക്കും. പക്ഷെ നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നിന്റെ വിഷയം മറുപടി ലഭിക്കുന്നത് വരെ, നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മറുപടി ലഭിക്കുന്നത് വരെ നീ മിണ്ടാതിരിക്കരുത്. നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ശബരവലകര അന്തകവര വൈഡജാരകസ്യാരക. ഈ ലൈവിൽ കൂടെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവജനത്തോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. ആമേ, മടുത്തു പോകരുത്. നിന്റെ വിഷയം അല്പം താമസിച്ചാലും ആമേ മടുത്തു പോകരുത്. നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആമേ, മടുത്തു പോകാതെ നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആമേ ഉത്തരം ലഭിക്കുന്ന തലത്തിലേക്ക്, ചില മറുപടികൾ തരുന്ന തലത്തിലേക്ക്. പലതും അസ്തമിച്ചു പോയെന്ന് പറഞ്ഞിടത്ത് ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ യേശു ശക്തൻ തന്നെയാണ്. വിശ്വസിക്കണം. മടുത്തു പോകരുത്. ആമേൻ. പ്രാർത്ഥിച്ച് ഉത്തരം ലഭിക്കുന്നത് വരെ നിന്റെ കണ്ണുനീര് തോരരുത്. നിന്റെ മറുപടി ലഭിക്കുന്നത് വരെ നിന്റെ ആരാധന കുറയരുത്. നിനക്ക് റിസൾട്ട് വരുന്നത് വരെ നിനക്ക് ആരാധന, നിന്റെ ഉപവാസം കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം, ഉത്തരം അല്പം വൈകിയാലും നിന്റെ പ്രാർത്ഥന കുറയരുത്.
നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. സ്തോത്രം. ഈ ലൈവിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവജനത്തോട് എനിക്ക് പറയാനെന്നേ ഉള്ളൂ, പ്രാർത്ഥനയുടെ ശക്തി നിൻ്റെ മാളിക മുറിക്കകത്ത്, നിൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുമാറാക. അത് സംഭവിക്കുന്നത് വരെയും നീ മിണ്ടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകല് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്പം താമസിച്ചാലും അല്പം വൈകെന്ന് പറഞ്ഞാലും തീർന്നു എന്ന് പറഞ്ഞിടത്ത് ചില വാക്തത്വങ്ങളെ കൈമാറാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുകയാണ്. 2-3 കാര്യങ്ങളെന്ന് പറയട്ടെ. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭയപരവശനായി. സ്തോത്രം. ഹല്ലേലൂയ. ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് ദൂതൻ നിൽക്കുന്നത് സെക്കരിയാവ് കണ്ടു. സ്തോത്രം. ആ പദം ഞാനിന്ന് എടുക്കുകയാണ്. അവനത് കണ്ടു. സ്തോത്രം പറഞ്ഞോ. പ്രാർത്ഥന തുടങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട്, കരയുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ ഒരു കാര്യം പറയാനുണ്ട്. ചിലത് കാണുന്ന തലത്തിലേക്ക്, നിൻ്റെ പ്രാർത്ഥന വിഷയം കണ്ണുകൊണ്ട് കാണുന്ന തലത്തിലേക്ക്, ചില മറുപടികള്, ചില ഉത്തരം ലഭിക്കുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന തലത്തിലേക്ക് ദൈവം നിനക്ക് വേണ്ടി ഇതാ ഒരു ഉത്തരം ലഭിക്കുന്ന തലങ്ങളിലേക്ക്. സ്തോത്രം. ചില മറുപടികളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന തലത്തിലേക്ക് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ യേശു ശക്തൻ തന്നെയാണ്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. ദൈവാലയത്തിന് മുമ്പിൽ ഹന്ന പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ പ്രാർത്ഥന? എനിക്കൊരു മകനെ തരണമേ. നെഞ്ച് പൊട്ടി പ്രാർത്ഥിച്ച സഹോദരിയാണ്. സങ്കടത്തോടെ കരഞ്ഞ സഹോദരിയാണ്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതൻ വന്ന് അവളെ കളിയാക്കി. നീ ലഹരി പിടിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയാണ്. അവൾ പറഞ്ഞു, അല്ല, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് പറയുകയത്ര ഞാൻ ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ മനോവ്യസനത്തോടെ അവൾ പ്രാർത്ഥിച്ചു. അവൾ വളരെ കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. മനോവ്യസനത്തോടെ അവൾ പ്രാർത്ഥിച്ചു. അവൾ കരഞ്ഞു. സ്തോത്രം. പിന്നത്തെ നമുക്ക് കാണുമ്പോൾ ദൈവം അവൾക്കൊരു തലമുറ ദൈവം കൊടുത്തു, ഉത്തരം നൽകി. സ്തോത്രം പറഞ്ഞോ. കരഞ്ഞിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിനക്ക് ഉത്തരം തരാൻ നമുക്ക് മറുപടി വേണം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥന വിഷയം നമുക്ക് ദൈവസനെ കരയാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥിക്കുന്ന പൈതലേ, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ചില മറുപടികളെ തരുന്ന തലത്തിലേക്ക്, ഉത്തരം തരുന്ന തലത്തിലേക്ക് ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ എൻ്റെ ദൈവശക്തം തന്നെയാണ്. നീ ഒന്നിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഹന്ന ദൈവാലയത്തിൽ ചെന്ന് കരഞ്ഞ കണ്ണുനീരിന് ദൈവം മറുപടി നൽകിയെങ്കിൽ നിൻ്റെ വിഷയത്തിൽ ദൈവം ഇന്ന് പകലിൽ അവൻ നിനക്ക് ഉത്തരം നൽകാൻ പോകുകയാണ്. സെക്കരിയാവിന് വേണ്ടി ദൈവം വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു തലമുറയില്ല. ഞാൻ ദൈവമക്കളോട് ഒരു ദൂത് പറയുന്നു. തലമുറയില്ലാതെ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുവെങ്കിൽ ഈ വർഷം ദൈവം നിനക്കൊരു തലമുറ ദൈവം തരാൻ പോകുകയാണ്. നിനക്കൊരു മറുപടി ദൈവം തരാൻ പോകുകയാണ്. നിനക്ക് ദൈവം ചില ഉത്തരം ലഭിക്കുന്ന തലത്തിലേക്ക്
ദൈവം ചില വാഗ്ദത്തങ്ങളെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. നീ ഒന്നിനും ഭാരപ്പെടണ്ട. ദൈവത്തിന് വേണ്ടി നീ സമയം കാത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി ആ സമയം നീ വെയിറ്റ് ചെയ്യ്. പുറത്ത് സെക്കരിയാവിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. മറുപടി ലഭിക്കുന്നത് വരെ നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ വേദനകൾ, നിൻ്റെ ദുഃഖങ്ങൾ എല്ലാം അത് നന്മയ്ക്കായി ചെയ്യുന്നൊരു ദൈവമുണ്ട്. സെക്കരിയാവിനോട് വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമുക്കൊരുമിച്ച് കണ്ണുകളടയ്ക്കാം, ദൈവസന്നെ പ്രാർത്ഥിക്കാം. വാഴ്ത്തങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, ഇന്ന് പകലിൽ ഈ വചനം ദൈവമക്കൾക്കൊരു അനുഗ്രഹമായി തീരണം. ഈ ജീവൻ്റെ മൊഴി എന്ന് പറയുന്ന ആമേ ഹല്ലേലൂയ ആസറോ ടിവിയോട് കേൾക്കുന്ന ഈ വചന സന്ദേശം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ഏറ്റവും വിടുതലായി തീരട്ടെ. ചില മറുപടികൾ ലഭിക്കുവാൻ, ചില നന്മകൾ ലഭിക്കുവാൻ, തക്കതായ ഉയർച്ച ലഭിക്കുവാൻ കർത്താവിൻ്റെ കരം അവിടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ആസർ ടിവിയോടും ആമേൻ ജീവൻ്റെ വഴി എന്ന ഈ വചന സന്ദേശത്തിൽ കൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളാകട്ടെ, എന്ത് വിഷയങ്ങളാകട്ടെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ മറുപടി അതിവേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ മറുപടി ദൈവം തരുവാൻ ദൈവ സർവശക്തനായ ദൈവം തന്നെയാണ്. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിൽ പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള നാളുകൾ നമുക്ക് കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ വീണ്ടും നമുക്കിതുപോലെ സന്ദേശങ്ങൾ ദൈവം നമുക്ക് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ ആമേൻ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. മഹത്വമെല്ലാം യേശുവിന്. ആമേൻ. യേശു വരാറായി. മാറാനാഥ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.